തഞ്ചാവൂരിലെ ശരഭോജി രാജാവ് സംഗീതത്തിനും മറ്റ് കലകൾക്കുമെല്ലാം നൽകി വരുന്നിരുന്ന പ്രചരണത്തിനും പ്രോത്സാഹനത്തെക്കുറിച്ചുമെല്ലാം കേട്ടറിഞ്ഞ സൗദി തിരുനാൾ തിരുവിതാംകൂറിലും ഇത്തരം കലകളുടെ പ്രോത്സാഹനത്തിലും അവരുടെ പ്രചരണത്തിലുമൊന്നും ഒട്ടും പിന്നിലാവരുതെന്ന് ആഗ്രഹിക്കുകയും ചില തീരുമാനമെല്ലാം ഉറപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. അതനുസരിച്ച് അദ്ദേഹം അന്യനാടുകളിൽ നിന്നൊക്കെ സംഗീതജ്ഞരെ മറ്റ് കലാകാരന്മാരെയെല്ലാം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ സംഗീതവും പ്രസംഗവും ഇടകലർന്ന ഹരികഥ എന്ന ആ ഒരു കലാരൂപത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സൗദി തിരുനാൾ ആ ഒരു കലയിൽ സമർത്ഥനും പ്രശസ്തനുമായിരുന്ന മേരിസ്വാമി എന്ന അനന്തപത്മനാഭ ഗോസ്വാമിയെ തിരുവിതാംകൂറിലെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. സൗദി തിരുനാൾ രചിച്ച കുചേലാപ്യാഖ്യാനവും അജമിളാപ്യാഖ്യാനവും എല്ലാം മേരിസ്വാമി ഹരികഥയായിട്ട് അവതരിപ്പിച്ചു. ഈ ഹരികഥയുടെ പരിണാമരൂപമാണ് ഇന്നത്തെ കഥാപ്രസംഗം എന്ന് പറയാം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സമർത്ഥനായ സുലൈമാൻ അലാവുദ്ദീൻ എന്നിവരെയും വീണവിദ്വാനായ ചേലപുരം രഘുനാഥരായരുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ സംഗീത സദസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല തഞ്ചാവൂരിലെ നാൽവർ സംഘം എന്ന പേരിൽ പ്രശസ്തരായ ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദം, വടിവേലു എന്നിവരും സൗദി തിരുനാളിലെ സംഗീത സദസ്സിൽ ദീർഘകാലം ഉണ്ടായിരുന്നു. സൗദി തിരുനാളിലെ സംഗീത സദസ്സിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ അന്യദേശക്കാരായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ തദ്ദേശീയരായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരായിട്ടുള്ള സംഗീതജ്ഞരിലെ ഏറ്റവും പ്രശസ്തരും പ്രധാനിയുമായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാരും പാലക്കാട് ശ്രീ പരമേശ്വര ഭാഗവതരുമെല്ലാം.